भारतं महापात्रम् आसीत् अस्ति च. महापात्रम् आसीत् अस्ति च. It was and it is. Okay. ऐतिहासिकदृष्ट्या वयं पश्यामः यत् भारतं महापात्रम् आसीत् अस्ति च. ओके. ऐतिहासिकदृष्ट्या वयं पश्यामः यत् भारतं महापात्रम् आसीत् अस्ति च. It's okay. उत्तरं यत् समुद्रस्य हिमाद्रेश्चैव दक्षिणं वशं तत् भारतं नाम ഭാരതീയത്വ സന്തതിഃ. ഈ സംസ്കൃത ഭാരതിയിലെ കുറച്ച് ആൾക്കാർ എഴുതിയ ചിട്ടപ്പെടുത്തി ശങ്കരനാരായണനും സതീഷ് രഘുനാഥനും കൂടെ മ്യൂസിക് ചെയ്ത ഒരു 7 ഗാനങ്ങളായിട്ടാണ് അവർ വന്നത്. അത് മദർഹുഡിന് മാതൃത്വം അല്ലെങ്കിൽ ദേശസ്നേഹം പ്രകൃതി ഒരുപാട് നല്ല കോൺസെപ്റ്റുകളാണ് അതിലാണ്. അപ്പം അവർ എന്നെയാണ് അപ്രോച്ച് ചെയ്തത് ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പറയണമെന്ന് പറഞ്ഞിട്ട്. അത് ക്ലാസിക്കലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടിബറ്റൻ അല്ലെങ്കിൽ ഫോക്ക് സ്റ്റൈലിലെ, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ. തീർച്ചയായിട്ടും സംസ്കൃതത്തെ ലോകമെമ്പാടും ഒന്നുകൂടെ പ്രചരിപ്പിക്കാനുള്ളൊരു സന്ദേശം പോലെയാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശം വളരെ മനോഹരമായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നതെന്ന്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ, സംസ്കൃതത്തിലെ ഇൻട്രഡക്ഷൻ ഞാൻ തന്നെ പറയണം. തീർച്ചയായിട്ടും കർണഭാരം എന്നുള്ള പ്ലേ ആയിരിക്കാം പിന്നെ അവരെ അങ്ങനെ ചിന്തിപ്പിച്ചത്. പിന്നെ ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഇൻട്രഡക്ഷൻ ഉണ്ട്. അത് വീണ്ടും എന്നെക്കാട്ടിലും വലിയൊരാൾ എന്നൊക്കെ പറയുന്നത് നോർത്ത് ഇന്ത്യൻ ആരെങ്കിലും ആയിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരിക്കലും ഞാൻ കർണഭാരം ചെയ്തപ്പോഴും പറഞ്ഞു, നമുക്കൊരിക്കലും നാളെ എണീറ്റിട്ടൊരു സംസ്കൃത നാടകം ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു അത്തരം ഒരു പ്ലേ ചെയ്യാൻ പറ്റിയത് കർണഭാരം. അത് കേരളത്തിൽ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ ചെയ്യാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ഞാൻ ബോംബെയിൽ 2 പ്രാവശ്യം ചെയ്തു, ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ 7 ഗാനങ്ങളെയും അതിനൊരു ഇൻട്രഡക്ഷൻ പറയാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. എന്നും ഒരു പക്ഷേ ഓർമ്മയിൽ അല്ലെങ്കിൽ ഈ ചരിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രോജക്റ്റ് ആയിരിക്കാം ഇത്. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഇന്ത്യ മുഴുവനും US-ലും അല്ലെങ്കിൽ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യൻസ് ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിലെ വലിയ ഒരു കാര്യത്തിൻ്റെ തുടക്കക്കാരൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. ഞാനിതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇതിനൊരു അവസരം തന്ന ഈ ശങ്കരനാരായണനോടും ഈ വലിയ പിന്നെ സംസ്കൃത ഭാരതിയിലെ എല്ലാവരോടും എൻ്റെ കടപ്പാട് നന്ദി ഞാൻ ഈ അവസരം